പുസ്തകം 1000 ചങ്ങാതിമാരെക്കാൾ നല്ലതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹോബി ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും വളരെ അത്യാവശ്യമാണ്. മനസ്സ് കലുഷിതമാകുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങൾ തളരാതെ നിൽക്കേണ്ടതിന് നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ എപ്പോഴും കൂട്ടുകാരായിട്ട് കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിലെ നല്ല മൂല്യങ്ങൾ നേടിയെടുക്കാൻ, നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാൻ പുസ്തകങ്ങൾ നമുക്ക് ഏറെ സഹായിക്കും. എല്ലാവരും വായനയിലേക്ക് തിരിഞ്ഞ് നല്ല പുസ്തകങ്ങളുടെ എന്താണ് വായന? ഒരു ഭാഷയിൽ എഴുതുന്നത് കാഴ്ചയിലൂടെയോ സ്പർശനത്തിലൂടെയോ മനസ്സിലാക്കുന്നതാണ് വായന. വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ, വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. അക്ഷരമില്ല പുസ്തകമെങ്ങനെ വായിച്ചിടും ഞാൻ, അക്ഷരമല്ല വായിക്കേണ്ടു എന്നതു നേരല്ലേ. അക്ഷരമില്ല പുസ്തകമെങ്ങനെ വായിച്ചിടും ഞാൻ, അക്ഷരമല്ല വായിക്കേണ്ടു എന്നതു നേരല്ലേ. അക്ഷരമറിവിൻ വിത്താണിന്ന് പറഞ്ഞത് പൊളിയാണോ, അക്ഷരമായുധമിന്നു പറഞ്ഞതു പറ്റിക്കാനാണോ. അക്ഷരമറിവിൻ വിത്താണിന്ന് പറഞ്ഞത് പൊളിയാണോ, അക്ഷരമായുധമിന്നു പറഞ്ഞതു പറ്റിക്കാനാണോ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. കണ്ണും കാതും പൂട്ടിയിരുന്നാൽ വായനയാവില്ല, കാണാപാഠം ചൊല്ലി നടന്നാൽ തെല്ലും വളരില്ല. കണ്ണും കാതും പൂട്ടിയിരുന്നാൽ വായനയാവില്ല, കാണാപാഠം ചൊല്ലി നടന്നാൽ തെല്ലും വളരില്ല. മലയിൽ പുഴയിൽ കാട്ടിൽ വീട്ടിൽ എങ്ങും കണ്ടില്ലേ, പൂമ്പാറ്റകളായി പാറി നടക്കും അക്ഷരമലരുകളെ. മലയിൽ പുഴയിൽ കാട്ടിൽ വീട്ടിൽ എങ്ങും കണ്ടില്ലേ, പൂമ്പാറ്റകളായി പാറി നടക്കും അക്ഷരമലരുകളെ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. ശ്രീബുദ്ധന്റെ വാക്കുകൾ നിങ്ങൾക്കറിയാമോ? 1000 പോലുള്ള വാക്കുകളിനേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒറ്റ വാക്കാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നന്മ നമ്മളെ തേടിയെത്തും.